ഹലോ, എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നമ്മുടെ XNYയിലെ ക്ലാസ് 11 സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഷീ ഈസ് ദ റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ഗോൾഡ് മെഡൽ വിന്നർ. ഓക്കെ, വെൽക്കം പൂജ. പൂജ മോഹൻ. പൂജ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത് എന്ന് പറയും? ഞാൻ വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ അങ്കമാലി. ഓക്കെ, ക്ലാസ് 11 സ്റ്റുഡൻ്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ RMO? കേരളത്തിലെ ടോപ്പറായി മാറി. എക്സ്പെക്ട് ചെയ്തിരുന്നത്, എന്താണ് തോന്നുന്നത്? വെരി ഹാപ്പി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ RMO ജേണി എന്നുള്ളത്? IOQM എങ്ങനെ ഉണ്ടായിരുന്നതിന് ശേഷം RMO, INMO 3 എക്സാം എഴുതി. 3 എക്സാമിന് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യുമോ? IOQM അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അത് കൂടുതൽ എഫേർട്ട് അത്രയും ഇല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബട്ട് RMO നല്ല എഫേർട്ടോട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എത്ര മാർക്ക് ഉണ്ടായിരുന്നു RMO? 36. എത്രയില്? 102. 36 എന്നുള്ളതാണ് കേരളത്തിലെ ടോപ്പറുടെ മാർക്ക്. അപ്പോൾ എത്രത്തോളം ടഫാണ് ഈ എക്സാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. പിന്നെ INM എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെ വെച്ചിട്ട് എഴുതിയത്? INMO ക്യൂസാറ്റിൽ വെച്ചാണ് എഴുതിയത്. INMO RMO വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടഫ് എക്സാം. വീണ്ടും ടഫായിരുന്നു. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നില്ല. ഇല്ല, എന്തായാലും വെയിറ്റിംഗ് ആണ്. റൈറ്റ്, എന്തിങ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ഒളിമ്പ്യാഡ് പ്രിപ്പറേഷൻ എന്ന് തുടങ്ങിയതാണ് ആക്ച്വലി? ഞാൻ ഒളിമ്പ്യാഡ് ഈ IOQM എഴുതി തുടങ്ങിയത് 8th മുതൽ തുടങ്ങിയതാണ്. ഓക്കെ, 8th മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നുണ്ട്. 10th വെച്ചാണ് ഫസ്റ്റ് ടൈം RMO ക്വാളിഫൈ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം. അത് RMO എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല നന്നായിട്ട്. അതുകൊണ്ട് 11th നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം എഴുതി. ഓക്കെ, എന്തൊക്കെ റിസോഴ്സസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ ഒളിമ്പ്യാഡ് പ്രിപ്പറേഷൻ? ഞാൻ മെയിൻലി PYQs ആണ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് PYQ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അത്യാവശ്യം ടോപ്പിക്സ് RMOന്റെ ടോപ്പിക്സ് അത്യാവശ്യം അറിയാം. അതുകൊണ്ട് ഞാൻ PYQസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ബട്ട് INMOയിൽ എനിക്ക് PYQ ചെയ്തപ്പോൾ മനസ്സിലായി ടോപ്പിക്സ് എനിക്ക് അത്രയും സ്ട്രോങ് അല്ല എന്ന്. അതുകൊണ്ട് ഞാൻ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. കുറച്ചും കൂടി ടോപ്പിക്സ് പഠിക്കാണ്ടിരുന്നു. ഈ PYQs കിട്ടാൻ എന്തൊക്കെ സോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത് RMO ഒളിമ്പ്യാഡ് പ്രിപ്പറേഷന്? PYQ സൈറ്റിൽ തന്നെ PYQs അവൈലബിൾ ആണ്. സോൾവ് ചെയ്യാനും മറ്റൊക്കെ സോൾവ് ചെയ്യാനായിട്ട് XNYന്റെ ക്ലാസ്സസ് യൂട്യൂബിലുണ്ടായിരുന്നു. നമ്മുടെ ഒളിമ്പ്യാഡ് ചാനലിലെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഫോളോ ചെയ്തത്? അത് തന്നെയാണ് ചെയ്തത്. എന്ന് മുതൽ XNYയിൽ ജോയിൻ ചെയ്തത്? XNYയിൽ 11th ജോയിൻ ചെയ്തത്. എന്തായിരുന്നു ജോയിൻ ചെയ്യാൻ കാരണം? എനിക്ക് ഈ ഫൗണ്ടേഷൻ ബാച്ചിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 9th വെച്ചാണ് XNYനെ കുറിച്ച് കേൾക്കുന്നത്. ഇൻഫിനിറ്റ് എന്നൊരു ക്വിസ് എഴുതി കാലിക്കറ്റ് അവിടെ ആസിം സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ XNYനെ കുറിച്ച് കേൾക്കുന്നത്. എനിക്ക് ഫൗണ്ടേഷനിൽ ചേരണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഗാഡ്ജറ്റ്സ് ഒന്നും അലോഡല്ല. അപ്പോൾ 11th വന്നപ്പോൾ ചേർന്നു. ജെയ്ക്ക് ചേർന്നു. റൈറ്റ്, എന്താണ് അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തെല്ലാം? എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് IITസിലെ കമ്പ്യൂട്ടർ സയൻസിൽ സീറ്റ് വേണം. കമ്പ്യൂട്ടർ സയൻസ് ആണ് താല്പര്യം. അപ്പോൾ മാത്സ് ഇഷ്ടമാണ്. മാത്സിനോടുള്ള ഇഷ്ടം എന്നാണ് തുടങ്ങിയത്? മാത്സ് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ഓക്കെ, ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാത്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്? മാത്സ് എന്നെ അച്ഛനാണ് ഗൈഡ് ചെയ്ത് പഠിപ്പിച്ചത്. ചെറുപ്പം മുതലേ ഒരു 2 ഗ്രേഡ് അപ്പുറത്തേക്കുള്ള സംഭവങ്ങൾ ഞാൻ പഠിക്കുമായിരുന്നു. അത് ശരി. അപ്പോൾ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ 3ാം ക്ലാസ്സിലെ കാര്യങ്ങൾ അറിയാം. അങ്ങനെ മാത്സിൽ പാഷനായിട്ട് മാറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്നുള്ള മാത്സ് സോൾവ് ചെയ്യലാണോ? അതെ, ഓൾമോസ്റ്റ്. എത്ര സമയം മാത്സിൽ ഇരിക്കും? എത്ര ഇരുന്നാലും എനിക്ക് മടുക്കില്ല. എത്ര വേണമെങ്കിലും ഇരിക്കാം. എത്ര വേണമെങ്കിലും ഇരിക്കാം. മാത്സിൽ എങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. അതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. ഇത് പഠിച്ച് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാത്ത പ്രശ്നം ഇപ്പോൾ ഉണ്ടോ? ചെറുതായിട്ട്. അങ്ങനെ ആയാൽ ജയി കിട്ടില്ല കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോൾ IIT അല്ലെങ്കിൽ മാത്സിൽ പഠിക്കാൻ പോകണം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്? എനിക്ക് ഇതിപ്പോൾ RMOക്ക് ക്വാളിഫൈ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ CMIയിലും ISIയിലൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിലേക്കും കൂടി അതിലും പോകാന്നുള്ളൊരു ആലോചന ഉണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു കൺസിസ്റ്റന്റ് എഫേർട്ട്. അച്ഛൻ മാത്സ് ടീച്ചറാണോ? ആയിരുന്നു. അച്ഛനും അമ്മയും മാത്സ്, അവർ രണ്ടുപേരും അത്യാവശ്യം മാത്സ് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ 10 ഗുണം 10 ഗുണം അല്ലേ, അവർ മാത്സ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പൂജയുടെ ഡിസ്കഷൻ നമുക്ക് കാണുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇതൊരു ഹോബിയായി മാറി അല്ലേ, അല്ലെങ്കിൽ ഇതൊരു പാഷനേറ്റ് ആയിട്ട് അതിൽ മാറുക എന്നുള്ളത്. റൈറ്റ്, സോ പൂജ, ഇത് നമ്മുടെ ചെറിയൊരു ഉപഹാരമാണ്. ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഒളിമ്പ്യാഡ്സും ഞാൻ INMO ഈ വർഷം അടുത്ത വർഷമൊക്കെ ക്ലാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം ജെയ്ക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. വെരി പ്രൗഡ് ടു ഹാവ് പൂജ ഹിയർ. താങ്ക് യു. താങ്ക് യു സർ.